കംസൻ പറഞ്ഞതെല്ലാം കേട്ടുകഴിഞ്ഞ് അമാത്യന്മാർ പറയുന്നു, അങ്ങയെ കൊല്ലാൻ ഒരുവൻ ജനിച്ചിട്ടുണ്ടെന്നാണല്ലോ അവൾ പറഞ്ഞത്. അതിനെ തടയാൻ ഒരു ഉപായം നമുക്കുണ്ടാക്കാം. അതോർത്ത് അങ്ങ് വിഷമിക്കേണ്ടതില്ല. 10 ദിവസത്തിനുള്ളിൽ ഭൂമിയിൽ ജനിച്ച പുത്രന്മാരെയെല്ലാം ഞങ്ങൾ, അങ്ങയുടെ ഭൃത്യന്മാരായ ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി കൊന്നൊടുക്കി കൊള്ളാം. അന്തകൻ എവിടെയാണോ ഒരു ദിക്കിൽ ജനിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. എല്ലാ കുട്ടികളെയും കൊന്നാൽ അങ്ങയുടെ അന്തകനായി ജനിച്ചിരിക്കുന്നവനും അതിൽ പെട്ടുകൊള്ളും. പിന്നെ അങ്ങയ്ക്ക് ശത്രുക്കൾ ആരുമില്ലല്ലോ. ദേവന്മാർ സമരഭീരുക്കളാണ്. അങ്ങയുടെ വില്ലിൻ്റെ ഞാണൊലി കേട്ടാൽ ദേവേന്ദ്രൻ ഉടനെ തന്നെ പിന്തിരിഞ്ഞോടും. യുദ്ധത്തിൽ അങ്ങയെപ്പോലെ ധർമ്മശീലരായവർ മറ്റാരുണ്ട്? അങ്ങയുടെ ശസ്ത്രങ്ങളേറ്റ് മരിച്ചു പോകുമെന്ന ഭയം മൂലം പ്രാണഭയത്തോടെ കഴിയുന്നവരെയും പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നവരെയും ആയുധം മുറിഞ്ഞും തേരു തകർന്നും വിഷമിക്കുന്നവരെയും നിലം പതിച്ചവരെയും മറ്റും അങ്ങ് ശത്രുത മറന്ന് സംരക്ഷിക്കുന്നു, അവരെ വിട്ടയക്കുന്നു. നീതിയോടുകൂടി 2 പേർ യുദ്ധം ചെയ്യുമ്പോൾ അങ്ങ് പക്ഷപാത ബുദ്ധി നിമിത്തം സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ശത്രുവീരരെ ചതിക്കുകയില്ല. പണ്ടൊരിക്കൽ കംസനോട് യുദ്ധം ചെയ്ത് ദേവന്മാർ തോറ്റോടിപ്പോയ കഥയാണ് ഇവിടെ മന്ത്രിമാർ സൂചിപ്പിക്കുന്നത്. അന്ന് കംസൻ യോഗ്യമായി പെരുമാറി. വലിയ പരാക്രമശാലികളായ യുദ്ധവീരന്മാർ പോലും അങ്ങയെ ബഹുമാനിക്കുന്നു. അങ്ങയുടെ ധർമ്മനിഷ്ഠ, നീതിബോധം മുതലായവയെക്കുറിച്ച് നിരന്തരം കേൾക്കുന്നത് മൂലമാണ് അവരെല്ലാവരും അങ്ങയെ ബഹുമാനിക്കുന്നത്. അവർ അങ്ങയെ ഭയപ്പെടുകയും ചെയ്യുന്നു. അങ്ങയെ ജയിക്കാൻ കഴിവുറ്റ ഒരാൾ ഈ ഭൂമിയിലില്ല. എങ്കിലും ദേവന്മാർ നമ്മുടെ ശത്രുക്കളാണെന്ന വസ്തുത മറക്കാൻ പാടില്ല. അവരുടെ അവസ്ഥ എന്താണ്? ബ്രഹ്മാവ് എപ്പോഴും തപസ് ചെയ്തിട്ടും വിദ്യ നേടുന്നതിന് പരിശ്രമിച്ചിട്ടും മന്ദനായി കഴിയുന്നു. ബ്രഹ്മാവിനെ ഭയപ്പെടേണ്ടതില്ല. പരമശിവൻ ഹിമാലയപുത്രിയായ തൻ്റെ സഹധർമ്മിണിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ച് ശരീരത്തിൻ്റെ പകുതിയും അവൾക്ക് നൽകി അവളുടെ ശാസനകളനുസരിച്ച് ഇളാവൃത വനത്തിൽ ഏകാന്തമായി കഴിയുന്നു. അന്യ പുരുഷന്മാരാരും ഇവിടെ വന്നു പോകരുത് എന്നാണ് സഹധർമ്മിണി നൽകിയിരിക്കുന്ന ആജ്ഞ അനുസരിച്ചുകൊണ്ട് നാരീജിതനായി കഴിയുന്ന അവനെയും നമുക്ക് ഭയപ്പെടേണ്ടതില്ല. എങ്കിലും ശത്രുക്കളെ നാം ത്യജിച്ചുകൂടാ. അവർ നിസാരന്മാരാണെന്ന് കരുതി നാം ഒരിക്കലും ഉദാസീനരായി ഇരുന്നുകൂടാ. അവരുടെ മൂലഛേദം ചെയ്യുന്നതിനുള്ള ഉപായങ്ങൾ കണ്ടെത്തി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൽപ്പന ഞങ്ങൾക്ക് തന്നാലും. കംസനോട് മല്ലിടാൻ ദേവന്മാർക്ക് കെൽപ്പില്ല. അതിനുള്ള ധൈര്യവും അവർക്കില്ല. ഇതാണ് സജീവന്മാരുടെ വിശ്വാസം. എങ്കിലും ദേവന്മാർ ശത്രുക്കളാണെന്ന കാര്യം മറക്കരുത്. അവരെ അവഗണിക്കുകയും അരുത്. ശത്രുവർഗമായതുകൊണ്ട് തന്നെ അവരെ നശിപ്പിക്കുകയാണ് വേണ്ടതെന്ന് അവർ കംസന് ഉപദേശം നൽകുന്നു.